അടിപൊളി കപ്സനാണ് നമ്മുടെ റേഷൻ അരി വെച്ചിട്ട്. അപ്പോൾ ഞാനിതിവിടെ ആദ്യം തന്നെ അരി നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വാർന്ന് വരണം. അപ്പോഴേക്കും നമുക്ക് 2-3 തക്കാളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് പൾപ്പാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ പൾപ്പ് ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു ഇട്ടുകൊടുത്ത് അതിൽ തന്നെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഇഞ്ചി നമ്മുടെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. എന്നാൽ വേഗത്തിൽ ജ്യൂസായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ റെസിപ്പി ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഞങ്ങളുടേതായ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ പൾപ്പ് ഇവിടെ റെഡി ആയിട്ട് നമുക്കിത് ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള പണി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഒരു വലിയൊരു ഉള്ളി സവാള നമ്മൾ ക്യൂബാക്കി അരിഞ്ഞിട്ടുണ്ട്. ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഒന്ന് കഴുകി എടുക്കാം. അപ്പോഴേക്കും നമ്മളിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒരു 3 കയ്യിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു ആ സവാള അരിഞ്ഞു വെച്ചതും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കാൻ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കാരണം ഇത് നമ്മൾക്കിപ്പോൾ റേഷൻ പീടികയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനമായിട്ടും പല പല റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളതിലേക്ക് 2 മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗത്തിലൊന്ന് വഴണ്ട് കിട്ടും. ഉള്ളിലേക്ക് ഒന്ന് വേഗത്തിൽ വാടി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഉപ്പ് പിന്നെ നമുക്ക് വെള്ളമൊക്കെ പാർന്ന ശേഷം ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 2 മാഗി ക്യൂബ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ 1 കിലോ അരി അല്ല നമ്മളിവിടെ യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച തക്കാളിയുടെ പൾപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടട്ടെ. ഇനി നമ്മളതിലേക്ക് നമ്മുടെ കപ്സ മസാല ചേർത്ത് കൊടുക്കാം. കപ്സ മസാല ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മസാലയാണ്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കപ്സ മസാലയാണ്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിയതല്ല, ഒക്കെ ഹോം മെയ്ഡാണ്. നമ്മളത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാതിക്ക്. അപ്പം നമ്മൾ ചിക്കന് ഓരോ പീസായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചിക്കനക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ആദ്യം ഇട്ട ഉപ്പ് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഊറ്റി വെച്ച അരി നമ്മൾ ഈ ചിക്കനക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി വേവാറാതെ നിൽക്കാനും നല്ല ഒരു ഉരുണ്ട ടൈപ്പ് ആയിക്കാണ് നല്ല ഉടയാതെ നിൽക്കാനൊക്കെ നല്ലൊരു മെത്തേഡാണ്. അരി നമ്മളിതിൽ ഈ ചിക്കൻ്റെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക.
നന്നായിട്ട് ഇളക്കണം. മസാലയൊക്കെ ഈ അരിയിലേക്ക് എല്ലായിടത്തും പിടിച്ചണം. അപ്പോൾ നമ്മൾ ഈ റോസ്റ്റിങ് നേർക്ക് നടക്കുള്ളൂ. അപ്പോൾ എല്ലായിടത്തും എണ്ണ കായാൽ നന്നായിട്ട് റോസ്റ്റായി കിട്ടും അരി. അതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം. ഞങ്ങളിവിടെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ കണക്കും അളവൊന്നും പറയണില്ല, കാരണം ഓരോരുത്തർക്കും ഓരോരോ അളവായിരിക്കും. അപ്പം ഞാൻ അതൊന്നും പറയണില്ല. ഞങ്ങൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്ര എടുത്ത് വെച്ച് തിളപ്പിച്ച് വെച്ചതായിരുന്നു. അതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിലേക്ക് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നാലും നമ്മളെ റൈസൊക്കെ ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒന്ന് മൂടി വെക്കണം. അതായത് വെള്ളം തിളച്ചതായതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ തിള വന്നിട്ടുണ്ട്. മിക്സ് ആക്കി നമ്മളിതൊന്ന് മൂടി വെക്കണം. പിന്നെ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം വെള്ളം വറ്റി വന്നപ്പോൾ ഞങ്ങളൊന്ന് മേലെ ദമ്മിടാൻ വേണ്ടിയിട്ട് കനൽ കോരി ഇട്ടതാണ്. ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റൈസൊക്കെ നല്ല വിട്ട് നിന്ന് നല്ലോണം വെന്തും ചെയ്തെന്നാൽ വേറിയതും ഇല്ല, അങ്ങനെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. റേഷനരിയാണെന്ന് ആരും പറയില്ല, അത്രക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് വിളമ്പി നോക്കാം. ചിക്കന് കുടയാതെ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണത്. വീട്ടിലെല്ലാവരും കൂടി ഉണ്ടായപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. വീട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നമ്മൾ കാര്യമായിട്ട് റെസിപ്പി ചെയ്യാനെന്ന് വെച്ചാൽ പുറത്തൊന്നും വാങ്ങലില്ല. ഒക്കെ വീട്ടിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പലതും ഉണ്ടാക്കി നോക്കും നമ്മൾ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ കണ്ടില്ലേ, ഒന്നും വേറിയിട്ടൊന്നുമില്ല. കണ്ടാൽ കപ്സ് ആണെന്ന് തന്നെ പറയുള്ളൂ, റേഷൻ അരിയാണെന്ന് ആരും പറയില്ല. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഈ ഡെക്കറേഷൻ ചെയ്തത് ഞങ്ങൾ തമ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ അടിപൊളി കപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നമ്മൾ ആ ചാനലിൻ്റെ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.